അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു സഹോദരിക്ക് അന്യപുരുഷനോട് സലാം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പുരുഷന് അന്യ സ്ത്രീയോട് സലാം പറയാൻ പറ്റുമോ? വളരെ വ്യാപകമായി പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹദീസിലുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, പരാമർശമെന്ന് പറഞ്ഞാൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ 5 കടമകളുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള 5 കടമകളിൽ ഒന്നാണ് റുദ്ദുസ്സലാം, സലാം അടക്കുക എന്നുള്ളത്. രണ്ടാമത്തെ റിപ്പോർട്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 കടമകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇദാ ലഖൈതഹു ഫസല്ലിം അലൈഹി. കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത്. അപ്പോൾ സലാം പറയുക എന്നുള്ളതിനെ പൊതുവായ രൂപത്തിലാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആണെന്നോ പെണ്ണെന്നോ വേർതിരിവ് ഈ ഹദീസുകളിൽ കാണാൻ കഴിയില്ല. ഇനി അന്യ സ്ത്രീകൾ, അന്യ പുരുഷന്മാർ, ഇവർക്ക് പരസ്പരം സലാം പറയാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. ലാ ബഅസ് അൻ തുറദ്ദ സലാമ വ അൻ തുസല്ലിമ. സലാം പറയലും സലാം മടക്കലും, ഒരാൾ സലാം പറഞ്ഞാൽ സലാം മടക്കൽ, ഒരാൾ സലാം പറഞ്ഞാൽ സലാം മടക്കൽ വിരോധമുള്ള, പ്രശ്നമുള്ള കാര്യമല്ല. കാന നിസാഉ യുസല്ലിംന അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുറദ്ദു അലൈഹിന്ന സലാം. പ്രവാചകനോട് സ്വഹാബ വനിതകൾ സലാം പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സലാം മടക്കിയിട്ടുമുണ്ട്. മിൻ ദൂനി അസ്മാബിൽ ഫിത്നതി ബിസ്സലാമിൽ ആദിയ. എന്നാൽ അതുകൊണ്ട് ഫിത്തനകൾ ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. ലാ ഫീഹി തകസ്സുറുൻ വലാ തഗഞ്ഞുജുൻ. അതായത് അവിടെ ഒരു കിന്നാരമോ അല്ലെങ്കിൽ ശൃംഗാരമോ ഒരു അവ്യക്തതയോ ഒരു ആശയക്കുഴപ്പമോ വസ്വാസമോ ഉണ്ടാക്കുന്ന ഒരു അഭംഗിയുള്ള രൂപത്തിലാണെങ്കിൽ സലാം പറയേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഒരാളെ ആകർഷിക്കുവാൻ, ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് ആകർഷിക്കുവാൻ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശൈലിയാണെങ്കിൽ ആ സലാം പറച്ചിൽ തെറ്റാണ്. തുസല്ലിമു സലാമൻ ആദിയൻ. സാധാരണ സലാം പറയുന്ന പോലെ സലാം പറയാം. വയുറദ്ദു അലൈഹ ലാ ബഅസ. ആ അടിസ്ഥാനത്തിൽ സലാം അടക്കുകയും ചെയ്യാം, അതിൽ വിരോധമില്ല. കാന നിസാഉ യുസല്ലിംന അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല സ്വഹാബ. സ്വഹാബത്തിനും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അന്നത്തെ സ്വഹാബ വനിതകൾ സലാം പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. വകാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറുദ്ദു അലൈഹിൻ. അതേപോലെ പ്രവാചകൻ അവരുടെ മേൽ സലാം മടക്കിയതായുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ സാധാരണ രൂപത്തിലുള്ള സലാം പറച്ചിലാണെങ്കിൽ അത് അനുവദനീയമാണ്. ഒരു ശൃംഗാരമോ കൊഞ്ചിക്കുഴയലോ അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയുള്ള രീതിയോ ആണെങ്കിൽ അത് പാടില്ലാത്തതാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.